നമസ്കാരം പ്രിയപ്പെട്ടവരെ. അതെ, അത്ഭുതം തന്നെ. 10 കരകൾ ചേർന്ന് ഏഴംകുളത്തമ്മയ്ക്ക് സമർപ്പിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഴിപാട് തൂക്കം. ഇരുദിനരാത്രങ്ങൾ കണ്ണിമച്ചിമാതെ 10 കരയും ആഘോഷത്തിന്റെയും ഐക്യപ്പെടലിന്റെയും തെളിമ നുണയുമ്പോൾ ഒരു മഹാത്ഭുതം. ആ അത്ഭുത ലോകത്തേക്ക് സ്വാഗതം. പട്ടുകൊടുത്താണ് ഒരുക്കാനിരിക്കുന്ന ആദ്യം. അത് കഴിഞ്ഞ് അരിമാവിൽ ചുട്ടി കുത്തി കച്ചപ്പുറം കിട്ടി. കച്ചപ്പുറം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കണ്ട ചങ്ങല പോലും അതാണോ കച്ചപ്പുറം? നേരിയത് കച്ചപ്പുറം, നേരിയതിന് മുകളിൽ കച്ചപ്പുറം. അപ്പോൾ ഒരു നൂലുണ്ടല്ലോ, അത് ചണമാണ്. ചണം എന്ന് പറയുന്നത് ആ നേരിയത് അഴിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന അന്നേരമാണ്. അത് കച്ചപ്പുറം കെട്ടി ഒരുക്കി നമ്മൾ അങ്ങനെ ചുറ്റി കുത്തി ഒരുക്കി വിടുക എന്ന് പറയുന്നത് ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന വഴിപാടാണ്. പിന്നെ അത് കെട്ടിയാണ് തൂക്കവല്ലി കയറാൻ ദേവി ദർശനത്തിന് പോകുന്നത്. ഈ ചെമ്മഞ്ചൂരിക്കൊണ്ട് ഇത് എത്ര നാളുകൊണ്ട് ചേട്ടനത് ഒരു ഇപ്പോൾ ഒരു 40 വർഷത്തിന് പുറത്ത്. 50 വർഷത്തിനകത്ത്. അതിന് ഞങ്ങൾ ധാരാളം ആളുകളുണ്ട്. ഞങ്ങൾ 2 പേരോടാണ് ഇത് ചെയ്ത കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതൊരു പാരമ്പര്യമായിട്ടാണ് ഇങ്ങനെ പാരമ്പര്യം വരുന്ന ഒരു ഇതാണ്. വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവരവിന്ധ്യശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ ഭഗവതി ഹേഷിതി കണ്ഠകുടുംബിനി ഭൂരി കുടുംബിനി. നോക്കട്ടെ. പാമ്പൊക്കെ മേടിച്ച് വെച്ചേക്കല്ലേ? ഇതെന്തിനാണ് ഇത്? ആരെല്ലാം പേടിപ്പിക്കാനാന്നോ? ഇതെന്താ? ഇത് കോളിഫ്ലവർ, ഇത് പാനിപ്പൂരി. വിലയൊക്കെ നല്ല വിലയാണോ? അനിയനാ? ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു അല്ലേ? എങ്ങനെ ഈ പ്രാവശ്യം എങ്ങനെയൊക്കെ എന്തൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്തേ? കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. എന്തോ മേടിച്ച്? ലേസർ ലൈറ്റ് മേടിച്ച്, പിന്നെ ജോക്കറിന്റെ മാസ്ക് മേടിച്ച്, പിന്നെ കുടിക്ക് സർവത്ത് കുടിച്ച്, ഐസ്ക്രീം കഴിച്ച്. തൂക്കം കഴിഞ്ഞു? കൂട്ടാണോ? കഴിഞ്ഞല്ലേ? വേറെ ആര് കിട്ടിയില്ല. നീ എന്നെ ഫോട്ടം പിടിക്കാതിരിക്കുന്നു. ഇതാണ് ഒരു പിടികിട്ടാ പുള്ളിയാണ്. എന്താണ് പരിപാടി? അല്ലെ ചായ കാപ്പിയൊക്കെ ഉണ്ടോ? എന്നാ എന്തായാലും വെള്ളം തിളച്ചില്ലേ? ഇതെന്തോടെ ഇപ്പോഴാണ് നേരത്തെ തിളപ്പിച്ചിട്ടാ ഇതൊക്കെ? എന്നാ ഒരു നാരങ്ങ ഉണ്ടെന്താ? റെക്കോർഡിങ് ഇയാളൊന്നും വിചാരിക്കട്ടെ. അതെന്തോ? അനൗൺസ്മെന്റ് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്. ഇപ്പോൾ നടക്കുന്ന തൂക്കം. അങ്ങനെ തൂക്കത്തിൻ്റെ ആഘോഷങ്ങളിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ്. കമ്മിറ്റി ഓഫീസിൽ അവിടെ മനോജ് സാർ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അജുവണ്ണനുണ്ട്. അജുവണ്ണൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. 2024 അമ്പപ്പള്ളി മഹോത്സവം സമങ്ങളും പര്യവസാനിച്ച് ഇപ്പോൾ തൂക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൂക്കം കാർത്തിനാളിൽ രാവിലെ 7:30 ആരംഭിച്ചു. ഇപ്പോൾ 179ാമത്തെ മണി 2ാം ദിവസമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം വെളുപ്പിനെ 2 മണിയോടുകൂടി പര്യവസാനിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാം നല്ല മംഗളമായി ദൈവമായിരിക്കുകയാണ്. മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ തൂക്കമാണ് അല്ലേ? ആ തൂക്കം ജനങ്ങളുടെ ഒരു വിശ്വാസം. ഈ 10 കരയിൽ നിന്ന് എവിടെ പോയി താമസിക്കുന്നുണ്ട് അവർ കുമ്പപ്പള്ളിക്ക് പോയി തൂക്കത്തിൽ പങ്കെടുത്തു. തൂക്ക വഴിപാടുകൾ പറ്റും. അതാണ് ഈ അമ്പലത്തിന് മുതൽക്കൂട്ടും. ആ തൂക്കത്തിന് ഇതാണ് ജനങ്ങളുടെ ഒരു ഒത്തൊരുമ കൂട്ടായ്മ. അതാണ് ഇതിന്റെ വിജയം അല്ലേ? അമ്പലം പുതുക്കി പണിതു, ഓഡിറ്റോറിയമായി, കല്യാണമണ്ഡപമായി എല്ലാം പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ പുതുക്കി നല്ല നിലയിൽ കൊണ്ടുവന്ന് ആളുകളെ പരിശ്രമകരമായിട്ടാണ് എല്ലാ ആളുകളും നല്ല സാമ്പത്തികത്തിലായി 55-56. അപ്പോൾ അത് ഒരു വലിയ സംഭവമായിരുന്നു. കടികളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ അനിയനെ ആ 20 തൂക്കത്തിലാണ് എടുത്ത് വിളിച്ചത്.
ഈ കുട്ടിയെ എടുത്ത് തൂക്കുക, അങ്ങനെ അനിയനെ തൂക്കിയെന്നതാണ്. ഊരാന്മ പ്രതിനിധി ശശിധരൻ ഉണ്ണിത്താൻ പഴയകാല ചരിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ആവേശഭരിതനായി. അമ്പലത്തിൻ്റെ സെക്രട്ടറി ശ്രീ സുധാകരൻ നായർ പഴയ കാലത്ത് ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നതായി ഓർമ്മിപ്പിച്ചു. ഉത്സവത്തിൻ്റെ വ്യാപാര കാഴ്ചകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ പലതരം ഭക്ഷണ സ്റ്റാളുകളും ഐസ്ക്രീം മേളയും ഒക്കെ നടക്കും. ഇത് പട്ടാഴിക്കാരുടെ ഒരു ഐസ്ക്രീം മേളയാണ്. പട്ടാഴിക്കാരും കൊല്ലംകാരുമാണ് ഇത് ചേർന്ന് നടത്തുന്നത്. അവർ ചെറുപ്പക്കാരാണ്, വളരെ അധികം അധ്വാനിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കൊല്ലംകാരുടെ തന്നെ ഭക്ഷണ സ്റ്റാളുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ചെറുപ്പക്കാർ അതിനുവേണ്ടി കൈ മെയ് മറന്ന് അധ്വാനിക്കുന്ന കാഴ്ച നമുക്ക് വളരെ നല്ലതായിട്ട് നല്ല ഒരു പ്രചോദനമാണ്. ഈ ഉത്സവം അടിപൊളിയാണ്, അടിപൊളി ഉത്സവം, സന്തോഷം. ഇത് നമ്മുടെ ഉത്സവമാണ്, നമ്മൾ അടിച്ചു പൊളിക്കുന്നത്. അംബാനി വിമാനം മേടിച്ചു കൊടുത്ത പോലെ ചേച്ചിക്ക് വിനോദണ്ണൻ കണ്ണം കഴിഞ്ഞോ? ഇല്ല, എൻ്റെ 194. 197. ഇപ്പൊ 189. ഏഴകോളത്ത് അമ്പലത്തിലെ തൂക്കത്തിന് കൊണ്ടുവന്ന് ആദ്യമായിട്ട് കാളച്ചോട്ടിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ചെന്ന പുള്ളിയാണ് നിൽക്കുന്ന വിനോദണ്ണൻ. ഈ പ്രദേശത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ തുടങ്ങിയിട്ട് 7 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇത്ര മനോഹരമായ ഒരുപാട് നന്മകളുള്ള മനുഷ്യരുള്ള ഒരു സ്ഥലമാണ്. എല്ലാ രീതിയിലും നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത് ഇവിടെ നിന്നായിരുന്നു. ഭാര്യയും ഭർത്താവുമാണ്. ഉത്സവത്തിനിടയിൽ പരിചയപ്പെട്ട 2 പേരാണ്. ചില മെറ്റീരിയൽ കൊണ്ട് കൊലുസ് പോലുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത്. ചില തേനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്, തേനി എന്ന് പറയുന്ന തമിഴ്നാട്, ആ ഭാഗത്തു നിന്നാണ് ഇവർ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബന്ധുക്കളായിട്ടുള്ള ഒരുപാട് പേര് ചേർന്നാണ് അവർ ഈ കച്ചവടത്തിനായിട്ട് വരുന്നത്. വളരെ ഹാപ്പിയാണ് അവർ. വിജയുടെ ഒരു മാനസൊക്കെ ഉണ്ട്. പിന്നെ വിജയ് മാതിരി വെറുത്തനം. എന്നാ ശരി, പോട്ടെ, ടാറ്റാ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൂക്കം അങ്ങനെ ഈ തിരക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കിങ് പ്രിയപ്പെട്ട റോഹിത് ചായനെയും കുടുംബത്തെയും കണ്ടുമുട്ടിയത്. റോഹിത് ചായനും ചേച്ചിയും പിന്നെ അലൈന മോളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തിരക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് കമ്മൽ വയ്ക്കുന്ന സ്ഥലത്തെത്തിയത്. പിന്നെ ഒരു കമ്മൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കമ്മൽ തരുന്നവൻ എപ്പോഴും ഇങ്ങനെ വിക്ടറിയുടെ ചിഹ്നം കാണിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് തവണ കാണിച്ചു, ഒരെണ്ണേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ചെന്നപ്പോഴാണ് നമ്മുടെ +2 ചങ്ക് രമ്യ അവിടെ ഉണ്ടായിരുന്നു. അവള് ക്യാമറ കണ്ടപ്പോൾ കൂടുതൽ ഭാവാഭിനയൊക്കെ കാണിച്ചു. അവളുടെ മോള് വേണ്ടേ നാണിച്ചു പോകുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ദിവസം കൂട്ടുകാരെ കണ്ടു. പിന്നെ വേണ്ടേ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ തിരക്കിലൂടെ പോയപ്പം അശ്വതിയെ കണ്ടു. അശ്വതിയെ 10th ഞാൻ പഠിപ്പിച്ചതാണ്. കുറച്ച് നാൾ അധ്യാപനവും ഉണ്ടായിരുന്നു. അപ്പോൾ അശ്വതിയെയും കണ്ടു. സന്തോഷം. കുറച്ച് നാൾക്ക് ശേഷമാണ് കാണുന്നത്. അശ്വതിയോട് യാത്ര പറഞ്ഞ് മുമ്പോട്ട് നമ്മൾ 2 പേരിൽ നിന്ന് ഭയങ്കര സംസാരം. ഗൂഗിൾ പേയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്തോ ഗൂഗിൾ പേ ചെയ്തെന്നോ ഒക്കെ പറയുന്നു. അമ്മാവൻ ബലൂൺ ഉണ്ടല്ലോ നമ്മുടെ പണ്ടത്തെ, അത് വിൽക്കുന്ന 2 പേരാണ്. എങ്ങനെയുണ്ടായിരുന്നു ഉത്സവമൊക്കെ? ഗംഭീരം, വളരെ സന്തോഷം. പിന്നെ നമ്മുടെ അടൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായ ബീനിച്ചേട്ടനെ കണ്ടു.
അദ്ദേഹത്തോട് സംസാരിച്ചു. എത്രയാണ് വില? 30 രൂപ. എന്നോട് ദേഷ്യമാണ്. അതാണ് പല്ലൊക്കെ പോയിരിക്കുന്നത്. ദേഷ്യം കാരണോ? ആടാ ഒത്ത മധ്യത്തിലൊരു പല്ലില്ല. பல்லு இருந்தாலும் சொல்லு நல்லா இருக்க மாட்டேங்குது. சொல்லு நல்லா இருந்தா பல்லு நல்லா இருந்தா சொல்லு நல்லா இருக்குமா? என்ன டைலாக் உங்க டைலாக்? பல்லு இருக்கிறவன் நல்லா பேசக்கூடாதுன்னு சத்தியமா இருக்குது. കേട്ടോ ഇപ്പൊ തന്നെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടില്ല. இல்ல நான் சொல்றது கேளுங்க, நீங்க சொல்றதையே நான் கேட்கறேன். புரியுதுங்களா? பல்லு இருக்கிறவங்கள கரெக்டா பேசிடுறாங்களா? ഓക്കെ 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 ഓക്കെ. എന്നാലും പല്ല് ഇല്ലെന്ന് പറയുമ്പോ ഒരു വിഷമുണ്ടായി. அப்படி கிடையாது. எல்லாம் அக்லியா இருக்கிறவங்க தான் வேர்ல்டு லெவல்ல ஃபேமஸ் ஆயிருக்காங்க. புரியுதுங்களா? അതിനാലേ നാമ അഗ്ലിയാക വേണമാ. அக்லினா அந்த அக்லி கிடையாது. அந்த வேறு கருப்பா இருக்கிறவங்க நிறைய ஃபேமஸ் ஆயிருக்காங்க. കറുപ്പെന്നാ അഗ്ലി അഗ്ലി കെടാതില്ലടാ ഉണ്ണി. ഉണ്ണി എന്താ ഒന്നുമില്ല. ഉത്സവത്തെ പറ്റി ഇതിന്റെ അഭിപ്രായം എന്താ? അടുത്ത വർഷമല്ലേ ഇതുപോലെ കിട്ടത്തുള്ളൂ. നിന്റെ വകയാണ് ഇന്ന് ഫുഡ് എന്ന് പറഞ്ഞിട്ട് സ്പോൺസറിങ്. എല്ലായിടത്തും ഉണ്ടല്ലോ. ആ എന്തുകൊണ്ട് വിശേഷം? പേരെന്തുവാ? നിന്നെ ലിച്ച് ചെയ്തിരിക്കുന്നു. വടക്കേ മൂരുടെ തൂക്കമാണ്. വഴിപാടുകാർ സിദ്ധാർത്ഥ. കിഴക്കേ മൂരുടെ തൂക്കമാണ്. അത് കഴിഞ്ഞാൽ 190. ഈ ചേട്ടൻ വേറൊന്നല്ല കളിച്ചിരിക്കുന്നത്. എല്ലാവരും വന്ന് എടുക്കുന്നുണ്ട്. ഇതൊക്കെ വരുവോടി എന്നുള്ളൊരിതാണ്. നല്ല മാങ്കൂട്ടംകാരാണ്, നല്ല വൈബിയൊക്കെയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഉത്സവം. തൂക്കം ഏഴംകുളത്തുകാരുടെ ഉത്സവമാണ്. ഓരോ കരയും ഓരോ മുറിയും ഓരോ വീടുകളും ആ ആഘോഷത്തിൽ അമരുന്നത്, രസിക്കുന്നത്, ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നീ ഒരു രാത്രി എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളെ തന്നിരിക്കുന്നു. ആഘോഷങ്ങളുടെ രാജാവാണ് ഏഴംകുളം തൂക്കം. എന്തുകൊണ്ടെന്നാൽ ഓരോ ബാലനും 90 കടന്ന വൃദ്ധനും ഒരേ ആവേശത്തോടെ ഈ മഹോത്സവത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണ്. നാഗരികത ഗ്രാമഭംഗികളെ കവർന്നെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു ജനത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്ങളുടെ ആചാരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഏഴംകുളത്തുകാരൻ ദൂരെ ദിക്കിൽ പോയാലും തൂക്കത്തിനവൻ ഏഴംകുളത്തുണ്ടാവും തീർച്ച. അത്രത്തോളം ഈ ജനതയുടെ സിരകളിൽ, ജീവനിൽ ഒക്കെ നിറഞ്ഞൊഴുകുകയാണ് അവന്റെ ദേശദേവത ഏഴംകുളത്തമ്മയോടുള്ള സ്നേഹം, കരുണ, വാത്സല്യം. ഒരു ജനതയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, ഐക്യപ്പെടുവാൻ പഠിപ്പിക്കുന്നെങ്കിൽ ഈ നന്മ ഇവിടെ തുടരുക തന്നെ ചെയ്യട്ടെ.